വഴി എനിക്ക് നമ്മളെപ്പോലെ തോന്നുന്നു. നീണ്ടത്, നിശബ്ദമായത്, എന്നാലും ഒറ്റയ്ക്കല്ല. അതെ, വഴികൾ ഒറ്റയ്ക്കാണ്, പക്ഷെ യാത്രകളല്ല. ആകാശം നോക്കൂ, എത്ര വിടവ്. പ്രണയവും അങ്ങനെയല്ലേ, പിടിച്ചുവയ്ക്കാൻ പറ്റില്ല, എന്നാലും നമ്മളെ മൂടും. നിനക്കൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് ശ്വാസമെടുക്കാനിടമുണ്ട്. ഈ മലനിരകൾ, നിശബ്ദ പ്രണയം, ഈ മലകൾ ഒന്നും പറയുന്നില്ല, എന്നാലും എല്ലാം പറയുന്നത് പോലെ. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. വാക്കുകൾ കുറവായിരിക്കും, ആഴം കൂടുതലായിരിക്കും. വയലുകൾ ശ്വാസമെടുക്കുന്നു, കാറ്റിനൊപ്പം. നമ്മളും അങ്ങനെ തന്നെയല്ലേ, നിശബ്ദമായി, ഒരുമിച്ച്. ഒരുമിച്ച് എന്നതിലാണ് സൗന്ദര്യം. ആമ്പൽക്കുളം കാണൂ, വെള്ളത്തിനുള്ളിൽ നിന്ന് വിരിയുന്ന സൗന്ദര്യം. പ്രണയം അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ നിശബ്ദം, പക്ഷേ വളരെ ജീവന്തം. സൂര്യൻ താഴ്ന്നു പോകുന്നു, പക്ഷേ നമ്മളിവിടെ തുടരുന്നു. എല്ലാ അസ്തമയവും ഒരു വാഗ്ദാനം പോലെയാണ്, നാളെ വീണ്ടും ഉദിക്കുമെന്ന്. ഈ യാത്ര എനിക്ക് നമ്മുടെ പ്രണയം പോലെ തോന്നുന്നു. ലക്ഷ്യം പ്രധാനമല്ല, ഒരുമിച്ച് നടക്കുന്നതാണ് പ്രണയം. ഒരു യാത്രയാണ്. സുചീന്ദ്രം, ഈ പേരിന് ആഴമുള്ള ഒരർത്ഥമുണ്ട്. സുചി എന്നത് ശുദ്ധി, ഇന്ദ്രൻ എന്നത് ദേവരാജൻ. ഐതിഹ്യം പറയുന്നു, അഹല്യയെ വഞ്ചിച്ചതിൻ്റെ പാപം കഴുകാൻ ഇന്ദ്രൻ ശുദ്ധീകരണം നടത്തിയത് ഈ മണ്ണിലാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം സുചീന്ദ്രം എന്നറിയപ്പെടുന്നത്. ത്രിമൂർത്തി ക്ഷേത്രം, അപൂർവമായ ദർശനം. സുചീന്ദ്രം ഒരു സാധാരണ ക്ഷേത്രമല്ല, ഇത് ത്രിമൂർത്തികളുടെ ക്ഷേത്രമാണ്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒരുമിച്ച് ഒരു ലിംഗത്തിൽ ദർശനം നൽകുന്ന അപൂർവ സ്ഥലം. ഇന്ത്യയിൽ വളരെ കുറച്ചു ക്ഷേത്രങ്ങൾക്കേ ഈ വിശേഷതയുള്ളൂ. സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും ഒരുമിച്ച് ഇവിടെ നിലകൊള്ളുന്നു. ശില്പകലയും ഗോപുരവും. ക്ഷേത്രത്തിന്റെ ഗോപുരം ആകാശത്തെ തൊടുന്ന ഒരു കല്ലുകവിത. ഓരോ ശില്പവും ഒരു കഥ പറയുന്നു. ദേവന്മാർ, ദേവികൾ, പുരാണ കഥാപാത്രങ്ങൾ. കാലം കല്ലിൽ കൊത്തിയിട്ട വിശ്വാസങ്ങൾ. ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചെറുതാകുന്നു, വിശ്വാസം വലിയതാകുന്നു. സംഗീതത്തൂണുകൾ, നാദത്തിന്റെ അത്ഭുതം. സുചീന്ദ്രത്തിന്റെ മറ്റൊരത്ഭുതം സംഗീതത്തൂണുകൾ. ഒരേ കല്ല്, പക്ഷേ വ്യത്യസ്ത നാദങ്ങൾ. സ്പർശിച്ചാൽ സംഗീതമാകുന്ന ശില്പകല. ഇത് വെറും കലാവിസ്മയം മാത്രമല്ല, നാദബ്രഹ്മം എന്ന ഭാരതീയ ദർശനത്തിന്റെ ഒരു സാക്ഷ്യമാണ്. സുചീന്ദ്രം എൻ കന്യാകുമാരി, ആത്മീയ ബന്ധം. സുചീന്ദ്രവും കന്യാകുമാരിയും രണ്ട് സ്ഥലങ്ങളല്ല, ഒരു ആത്മീയ പാതയുടെ രണ്ടറ്റങ്ങളാണ്. കന്യാകുമാരി കന്യാദേവിയുടെ തപസ്സിന്റെ ഭൂമി. സുചീന്ദ്രം ശുദ്ധീകരണത്തിന്റെ ഭൂമി. തപസ്സും ശുദ്ധിയും ഒരുമിച്ചാൽ ആത്മീയത പൂർണ്ണമാകുന്നു. കാലം മാറി, റോഡുകളും വാഹനങ്ങളും ആധുനികതയും. എന്നാലും സുചീന്ദ്രം ഇന്നും നിശബ്ദമാണ്. വിശ്വാസത്തിന്റെ ശബ്ദം അവിടെ മാറിയിട്ടില്ല. ഓരോ ദിവസവും ദൂരദൂരങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു, ഒരു ദർശനത്തിനായി, ഒരു ശാന്തിക്കായി. സുചീന്ദ്രം വെറും ഒരു ക്ഷേത്രമല്ല, അത് ഒരു അനുഭവമാണ്. ശുദ്ധിയുടെ ഓർമ്മപ്പെടുത്തൽ. കന്യാകുമാരിയിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ സുചീന്ദ്രത്തിൽ മനസ്സ് ശാന്തമാകുന്നു. ഈ രണ്ട് സ്ഥലങ്ങളും നമ്മളോട് പറയുന്നതൊന്നാണ്: യാത്ര പുറത്ത് മാത്രമല്ല, അകത്തേക്കുമാവണം. അപ്പോഴാണ് യാത്ര തീർത്ഥയാത്രയാകുന്നത്.